ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള രണ്ട് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിന്റെ കമ്പാരിസൺ ആണ് നോക്കുന്നത്. സോഹോ ബുക്സ് വേഴ്സസ് ടാലി. അക്കൗണ്ടിംഗ് പഠിക്കുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിനാണെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഏത് ചൂസ് ചെയ്യണം, ഏത് പഠിക്കണം, ഇന്ന് ഏതാണ് ഭാവി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ജോലി കിട്ടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതെന്നുള്ളത് നമുക്കിതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാം. ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ് ടാലി. 1986 മുതൽ ഇന്ത്യയിൽ ഇത് അവൈലബിൾ ആണ്. ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ ഡെസ്ക്ടോപ്പ് വേർഷൻ ആയിരുന്നു. പിന്നീട് ഇപ്പം നമുക്ക് ക്ലൗഡ് വേർഷൻ ആയിട്ടും ടാലി അവൈലബിൾ ആണ്. സോഹോ കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്ത ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ് സോഹോ ബുക്സ്. ഇത് മെയിനായിട്ടും ക്ലൗഡ് ബേസ്ഡ് ആണ്. സോഹോ ബുക്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മോഡേൺ ഇന്റർഫേസിലും അതുപോലെ ഓട്ടോമേഷൻ ഫീച്ചേഴ്സിലൊക്കെയാണ്. ഈ രണ്ട് സോഫ്റ്റ്വെയറും നല്ലതാണ്, ബട്ട് ഇത് ഡിഫറെന്റ് യൂസ് കേസസിനാണ് സ്യൂട്ട് ആവുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് യൂസർ ഇന്റർഫേസിനെ പറ്റി സംസാരിക്കുമ്പോൾ ടാലി ഫോളോ ചെയ്യുന്നത് ഒരു ട്രഡീഷണൽ ഇന്റർഫേസ് ആണ്. മെനു ഡ്രിവൺ, കീബോർഡ് ഷോർട്ട്കട്ട് ബേസ്ഡ്. ഇതൊക്കെ ഓൾഡ് യൂസേഴ്സിന് വളരെ ഫെമിലിയർ ആയിരിക്കും, പക്ഷേ ബിഗിനേഴ്സിന് അത് വളരെ കോംപ്ലക്സ് ആയിട്ട് ഫീൽ ചെയ്യാം. ബുക്സിൽ നമുക്കൊരു മോഡേൺ ഇന്റർഫേസ് കാണാനായിട്ട് പറ്റും. അത് കൂടാതെ അതിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, അതുപോലെ വിഷ്വൽ ഡാഷ്ബോർഡ്സ്, മൊബൈൽ ഫ്രണ്ട്ലി, ഇതൊക്കെ ടെക്സാവി യൂസേഴ്സിന് ഈസിലി അഡാപ്റ്റബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ ഇതിന്റെ നാവിഗേഷനും വളരെ സിമ്പിൾ ആണ്. ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് മെത്തേഡ്സിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ടാലി ചൂസ് ചെയ്യാം. പക്ഷേ ഒരു മോഡേൺ ആയിട്ട് ഒരു ലുക്കും ഫീലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോഹോ ബുക്സിലേക്ക് പോകാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇത് അക്കൗണ്ടൻസിനായിരിക്കും വളരെ ഹെൽപ്ഫുൾ ആവുന്നുണ്ടാവുക. സോഹോ ബുക്സിലാണെങ്കിലും ടാലിയിലാണെങ്കിലും കോർ അക്കൗണ്ടിംഗ് ഫീച്ചേഴ്സ് എല്ലാം രണ്ടിലും ഈക്വൽ ആയിട്ട് അവൈലബിൾ ആണ്. ഇൻവോയ്സിംഗും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗും ഇൻവെന്ററി മാനേജ്മെന്റ് എല്ലാം രണ്ട് സോഫ്റ്റ്വെയറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ടാലിയിൽ GST കംപ്ലയൻസ് വളരെ സ്ട്രോങ് ആണ്. സ്പെസിഫിക് ആയിട്ട് ഇന്ത്യൻ ടാക്സേഷൻ സിസ്റ്റത്തിന് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒന്നാണ് ടാലി. സോഹോ ബുക്സിൽ നമുക്ക് GST ഫീച്ചേഴ്സ് കാണാനായിട്ട് പറ്റും. ഇന്റർനാഷണൽ ബിസിനസ്സിലും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടാലി മൾട്ടി കമ്പനി മാനേജ്മെന്റിന് വളരെ എക്സലന്റ് ആണ്. ഒരു ടൈമിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ കമ്പനീസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഡാറ്റ സിങ്ക്രണൈസേഷൻ ആണെങ്കിലും കൺസോളിഡേറ്റഡ് റിപ്പോർട്ട്സ് ഒക്കെ ആണെങ്കിലും ടാലി വളരെ പെർഫെക്റ്റ് ആണ്. സോഹോ ബുക്സിലാണെങ്കിലും ഓർഗനൈസേഷൻ സ്വിച്ചിങ് ഉണ്ട്, പക്ഷേ ടാലിന്റെ അത്രയ്ക്കും സീംലെസ് അല്ല ഇത്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് അനാലിസിസിലേക്ക് വരുന്ന സമയത്ത് ടാലിയിൽ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആയി വരും. സോഹോ ബുക്സിൽ ബേസിക് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്ട്രോങ് ആണ്, പക്ഷേ അഡ്വാൻസ്ഡ് അനലിറ്റിക്കൽ റിപ്പോർട്ട് ഇതിൽ ലിമിറ്റഡ് ആണ്. അത് ബുക്സ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് വിഷ്വൽ ഡാഷ്ബോർഡ്സ് ആണ്. ഓഡിറ്റ് ട്രയൽ ആൻഡ് കംപ്ലൈൻസിലേക്ക് വരുന്ന സമയത്ത് ടാലിയിൽ ഓഡിറ്റ് ട്രയൽ വളരെ സ്ട്രോങ് ആണ്. ഡേറ്റ് വൈസ് ആണെങ്കിലും യൂസർ വൈസ് ആണെങ്കിലും ഒക്കെ ഇതിന്റെ ട്രാക്കിംഗ് വളരെ പെർഫെക്റ്റ് ആണ്. TCSന്റെ ആണെങ്കിലും TDSന്റെ ആണെങ്കിലും കാൽക്കുലേഷൻസ് ഒക്കെ ഓട്ടോമേറ്റഡ് ആണ്. സോഹോ ബുക്സിൽ നമുക്ക് ഓഡിറ്റ് ട്രയൽ അവൈലബിൾ ആണ്, പക്ഷേ ടാലിന്റെ അത്രയ്ക്കും ഡീറ്റെയിൽഡ് അല്ല. അതുപോലെ ബേസിക് ആയിട്ടുള്ള ടാക്സ് കംപ്ലൈൻസും ഇവിടെയുണ്ട്. ഇനി അക്കൗണ്ടൻസിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടാലിയിൽ നമുക്ക് ജോബ് കോസ്റ്റിംഗും പ്രൊജക്ട് ബേസ്ഡ് അക്കൗണ്ടിങ്ങും ബ്രാഞ്ച് അക്കൗണ്ടിങ്ങും ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് ഒക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അതുപോലെ ഇതിൽ പേറോൾ ഇന്റഗ്രേഷനും എക്സലന്റ് ആണ്. സോഹോ ബുക്സിലാണെങ്കിലും നമുക്ക് പ്രൊജക്ട് അക്കൗണ്ടിംഗ് ഉണ്ട്, പക്ഷേ കോംപ്ലക്സ് ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിംഗ് ഇവിടെ ലിമിറ്റഡ് ആണ്. ടാലിയിലേക്ക് വരുന്ന സമയത്ത് റിപ്പോർട്ട് കസ്റ്റമൈസേഷൻ ആണെങ്കിലും വൗച്ചർ കസ്റ്റമൈസേഷൻ ഒക്കെ ആണെങ്കിലും ലിമിറ്റഡ് ആണ്. ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമുക്ക് ഒരു പരിധി വരെ മാത്രമേ ഇത് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേസമയം സോഹോ ബുക്സിൽ സോഹോ അനലിറ്റിക്സിന്റെ ഇന്റഗ്രേഷൻ വഴി അഡ്വാൻസ്ഡ് കസ്റ്റമൈസ്ഡ് റിപ്പോർട്ട്സ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഡാറ്റ സെക്യൂരിറ്റി ആൻഡ് ബാക്കപ്പിലേക്ക് വരുന്ന സമയത്ത് ടാലിയിൽ ലോക്കൽ സ്റ്റോറേജ് ആണ്. അതുപോലെ ഓട്ടോമാറ്റിക് ഡാറ്റ ബാക്കപ്പ് ഉണ്ട്. നമുക്ക് ഡാറ്റ എൻക്രിപ്ഷൻ ആണെങ്കിലും ക്ലയന്റ് ഡാറ്റ കോൺഫിഡൻഷ്യാലിറ്റി ആണെങ്കിലും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. സോഹോ ബുക്സിൽ നമുക്കറിയാം ഇത് ക്ലൗഡ് ബേസ്ഡ് ആണ്. ഇതിന്റെ ക്ലൗഡ് ഡാറ്റ സെക്യൂരിറ്റി വളരെ എക്സലന്റ് ആണ്. ഇന്റഗ്രേഷൻ ക്യാപ്പബിലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് സോഹോ ബുക്സ് ആണ് അവിടെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. സോഹോ ബുക്സിൽ സോഹോ CRM, സോഹോ പ്രൊജക്ട്സ്, സോഹോ പേറോള്, സോഹോ എക്സ്പെൻസ്, സോഹോ ഇൻവോയ്സ്, ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സോഹോയുടെ ഡിഫറെന്റ് പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇന്നത്തെ ബിസിനസ് ഓണേഴ്സ് ജസ്റ്റ് പ്രൊഡക്റ്റ് സെല് ചെയ്യുക, പർച്ചേസ് ചെയ്യുക എന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്യാതെ അവര് ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് അനാലിസിസ് ആണെങ്കിലും ലീഡ് ജനറേഷൻ ആണെങ്കിലും എംപ്ലോയി അനാലിസിസ് ഒക്കെ ആണെങ്കിലും ഇന്ന് സോഹോ ഡിഫറെന്റ് സോഫ്റ്റ്വെയർസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CRM, പേറോള്, എക്സ്പെൻസ്, ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. ഇതിന്റെ റിക്വയർമെന്റ്സ് എല്ലാം ഉള്ള ക്ലയൻസ് എപ്പോഴും ചൂസ് ചെയ്യുന്നുണ്ടാവുക സോഹോ ബുക്സ് തന്നെയായിരിക്കും. അത് കൂടാതെ ബാങ്ക് ഇന്റഗ്രേഷനും സോഹോ ബുക്സിൽ പോസിബിൾ ആണ്. അത് സോഹോയുടെ ഒരു സ്ട്രോങ് ഫീച്ചർ ആണ്. അത് മാത്രമല്ല തേർഡ് പാർട്ടി ആപ്ലിക്കേഷന്റെ ഇന്റഗ്രേഷൻ ആണെങ്കിലും സോഹോ ബുക്സ് API വഴി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടാലിയിലേക്ക് വരുന്ന സമയത്ത് ഇന്റഗ്രേഷൻ ഓപ്ഷൻ എല്ലാം വളരെ ലിമിറ്റഡ് ആണ്. കറന്റ്ലി API സപ്പോർട്ട്സ് ഒക്കെ ഇംപ്രൂവ് ആക്കിയിട്ടുണ്ട്. ഈ പ്രൊഫഷണൽസിനാണെങ്കിലും അക്കൗണ്ടൻസിന്റെ ഒക്കെ പോയിന്റ് ഓഫ് വ്യൂല് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ രണ്ട് സോഫ്റ്റ്വെയർ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം.
ആദ്യമായിട്ട് ഒരു ക്ലയന്റ് മാനേജ്മെന്റിന്റെ പെർസ്പെക്ടീവിൽ നോക്കുമ്പോൾ ടാലിയിൽ നമുക്ക് മൾട്ടിപ്പിൾ ക്ലയൻസിന്റെ ഡാറ്റ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഓരോ കമ്പനി ഡാറ്റയ്ക്കും സെപ്പറേറ്റ് ഡാറ്റാബേസ് ആണ്. അതുപോലെ ക്ലയന്റ് നമ്മുടെ ഓഫീസൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് ഇന്റർനെറ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ ആയിട്ടും ഇതിൽ റിപ്പോർട്ട്സ് ആണെങ്കിലും അതുപോലെ ട്രാൻസാക്ഷൻ ഒക്കെ ആണെങ്കിലും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോഹോ ബുക്സിലേക്ക് വരുന്ന സമയത്ത് ഓരോ ക്ലയൻസിനും സെപ്പറേറ്റ് സബ്സ്ക്രിപ്ഷൻ ഇവിടെ വേണ്ടി വരുന്നുണ്ട്. അതായത് ഓരോ ക്ലയൻസിനും നമ്മൾ ഓരോ സോഹോ ബുക്സ് പർച്ചേസ് ചെയ്യേണ്ടി വരും. മൾട്ടിപ്പിൾ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് കുറച്ച് എക്സ്പെൻസീവ് ആവുന്നുണ്ട്. റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ്സിലേക്ക് വരുന്ന സമയത്ത് ടാലിയിൽ ITR ഫയലിംഗ്, GST ഫയലിംഗ്, TDS റിട്ടേൺസ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോം 3CB 3CD പോലുള്ള ഓഡിറ്റ് റിലേറ്റഡ് ഫോംസും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MCA കംപ്ലയൻസ് റിപ്പോർട്ടും ഇതിൽ ഓട്ടോമേറ്റഡ് ആണ്. സോഹോ ബുക്സിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ബേസിക് ടാക്സ് റിപ്പോർട്ട്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കറന്റ്. അതുപോലെ പ്രൊഫഷണൽ കംപ്ലയൻസ് ഫീച്ചേഴ്സും ലിമിറ്റഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ 3CB 3CD ഒക്കെ നമുക്ക് ടാലി അവൈലബിൾ ആണ്. പക്ഷേ സോഹോ ബുക്സിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഇത് അവൈലബിൾ അല്ല. CS ഒക്കെ ആണെങ്കിൽ തേർഡ് പാർട്ടി ടൂൾസ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു പർപ്പസ് മീറ്റ് ചെയ്യാനായിട്ട്. ഇനി എല്ലാവരും കോമൺ ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് പഠിക്കുന്നതിന്റെ കാര്യം. ടാലി ആണെങ്കിലും സോഹോ ബുക്സ് ആണെങ്കിലും നമ്മൾ പഠിക്കുന്ന സമയത്ത് ടാലി നമുക്ക് കുറച്ച് കോംപ്ലക്സ് ആയി തോന്നാം. പക്ഷെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പവർഫുള്ളും ആണ്, അത് സ്ട്രോങ് ഇൻവെസ്റ്റ്മെന്റും ആണ്. സോഹോ ബുക്സിലേക്ക് വരുന്ന സമയത്ത് നമുക്കത് ക്വിക്കായിട്ട് പഠിക്കാൻ പറ്റും. കാരണം അതിന്റെ ഒരു ഇന്റർഫേസ് അങ്ങനെയാണ്. സ്വന്തമായിട്ടൊരു അക്കൗണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും സോഹോ ബുക്സ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതേസമയത്ത് CS ഒക്കെ ആണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ സോഹോ ബുക്സ് അക്കൗണ്ട് എടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ അവർ പ്രിഫർ ചെയ്യുന്നത് ചിലപ്പം ടാലി ആയിരിക്കാം. ഇതിൽ നമുക്ക് ട്രെയിനിങ് കോസ്റ്റ്, കസ്റ്റമൈസേഷൻ കോസ്റ്റ്, അതുകൂടാതെ AMC സപ്പോർട്ടൊക്കെ അഡീഷണൽ ആയിട്ട് വരുന്ന ഹിഡൻ കോസ്റ്റ് ആണ്. സോഹോ ബുക്സിലാണെങ്കിലും ഇതുപോലെ ഹിഡൻ കോസ്റ്റ് ഉണ്ട്. അതിൽ മെയിൻ കോസ്റ്റ് ആണ് ഇന്റർനെറ്റിന്റെ കോസ്റ്റ്. ഇതൊരിക്കലും ഓഫ്ലൈൻ ആയിട്ട് വർക്ക് ആവില്ല എന്നുള്ളത് തന്നെ ഇന്റർനെറ്റിന്റെ കോസ്റ്റ് ഇവിടെ ഒരു മാൻഡേറ്ററി ആണ്. അത് കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ഏതെങ്കിലും അപ്ലിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റും ഇവിടെ അഡീഷണൽ കോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ടാലിന്റെയും സോഹോ ബുക്സിന്റെയും പ്രോസും കോൺസും ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് നല്ല വശങ്ങളും അതിന്റെ ചീത്ത വശങ്ങളും. ടാലിന്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന് സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ടാലി എന്ന് നമുക്ക് പറയാം. GST കംപ്ലയൻസ് ഒക്കെ ഇതിൽ സ്ട്രോങ് ആണ്. അതുപോലെ ഇതിൽ ഓഫ്ലൈൻ ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അതാണ് ഇതിന്റെ മെയിൻ ഫീച്ചർ. ഇൻ കേസ് നമുക്ക് ഇന്റർനെറ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യാനാണെങ്കിലും ക്ലയന്റിന്റെ മുന്നിൽ ഡാറ്റ പ്രസന്റ് ചെയ്യാനാണെങ്കിലും സാധിക്കും. ലോക്കൽ സ്റ്റോറേജ് ആയതുകൊണ്ട് തന്നെ ഡാറ്റ സെക്യൂരിറ്റിയും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടാലിന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ആ ലേണിംഗ് പ്രോസസ്സ് കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും, എസ്പെഷ്യലി ഇന്ന് വരുന്ന മോഡേൺ തലമുറയ്ക്ക്. അതുപോലെ തന്നെ മൊബൈൽ ആക്സസ് ലിമിറ്റഡ് ആണ്. സോഹോ ബുക്സിലൊക്കെ ആണെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഡാറ്റ എൻട്രി ചെയ്യാനാണെങ്കിലും റിപ്പോർട്ട് വ്യൂ ചെയ്യാനാണെങ്കിലും പറ്റും. പക്ഷേ ടാലിന്റെ പെർസ്പെക്ടീവിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ ഇവിടെ ലിമിറ്റഡ് ആണ്. മോഡേൺ ഓട്ടോമേഷൻസ് ഇവിടെ കുറവാണെന്ന് നമുക്ക് പറയാം. ഒരു ബിസിനസ്സിന് ഞാൻ പറഞ്ഞു ഇന്ന് ജസ്റ്റ് ഒരു സിംഗിൾ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ മാത്രം പോരാ, അവരുടെ പ്രോസസ്സിനെ കംപ്ലീറ്റ് മാനേജ് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് വേണം. ഇതിന്റെ ഇന്റഗ്രേഷനും വേണം. അതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് ടാലി അതിൽ വളരെ ലിമിറ്റഡ് ആണ്. ഇനി നമുക്ക് സോഹോ ബുക്സിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ്, ഇത് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ ഇത് ക്ലൗഡ് ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഡാറ്റ എൻട്രി ചെയ്യാനാണെങ്കിലും ഓണേഴ്സിന് റിപ്പോർട്ട്സ് വ്യൂ ചെയ്യാനാണെങ്കിലും സാധിക്കുന്നുണ്ട്. അതുകൂടാതെ പുതിയ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് നമ്മൾ യൂസേഴ്സ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിക്കോളും. അതുപോലെ ഇതിന്റെ ഇന്റഗ്രേഷൻ ക്യാപ്പബിലിറ്റി ആണ് ഏറ്റവും എക്സലന്റ് ഫീച്ചർ ആയിട്ട് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഹോ പേറോൾ ആണെങ്കിലും സോഹോ അനലിറ്റിക്സ് ആണെങ്കിലും CRM ഒക്കെ ആണെങ്കിലും പോലുള്ള എക്സലന്റ് സോഫ്റ്റ്വെയർസ് ഇന്ന് സോഹോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സോഹോ ബുക്സ് ഇതുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്തിനാണെങ്കിലും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോഹോ ബുക്സ് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിലും കിട്ടുന്നുണ്ട്. നമുക്ക് ഡാറ്റ എൻട്രി ചെയ്യാനും റിപ്പോർട്ടിങ്ങിനൊക്കെ ആണെങ്കിലും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോഹോ ബുക്സിന്റെ ഡിസഡ്വാൻറ്റേജിലേക്ക് വരുന്ന സമയത്ത് അതിൽ ഏറ്റവും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇന്റർനെറ്റ് ഡിപ്പെൻഡൻസി. ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഇൻ കേസ് നെറ്റൊക്കെ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഫംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. നമ്മൾ ഓവറോൾ പറയുകയാണെങ്കിൽ സോഹോ ബുക്സ് ആണെങ്കിലും ടാലി ആണെങ്കിലും നല്ല അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആണ്. നമ്മൾ നമ്മുടെ ബിസിനസ് നീഡ് അനുസരിച്ച് വേണം ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കാനായിട്ട്. നിങ്ങൾ ഏതൊക്കെ സിറ്റുവേഷനിൽ ടാലി ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ അക്കൗണ്ടിങ് മെത്തേഡ്സ് ആണ് കംഫർട്ടബിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാലി ചൂസ് ചെയ്യാം. അതുപോലെ ഇന്ത്യയിലെ കോംപ്ലക്സ് ടാക്സ് റിക്വയർമെന്റ്സ് നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാലിയിലേക്ക് ഓപ്റ്റ് ചെയ്യാം. ഇനി സോഹോ ബുക്സിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു മോഡേൺ ഇന്റർഫേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ സോഹോ ബുക്സ് ആണ് എടുക്കേണ്ടത്. റിമോട്ട് ആക്സസ് വേണം. നമുക്ക് ഓണേഴ്സിനാണെങ്കിലും എംപ്ലോയീസിനൊക്കെ ആണെങ്കിലും എവിടെ ഇരുന്നുണ്ടെങ്കിൽ ഇത് ആക്സസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഹോ ബുക്സ് തന്നെ എടുക്കണം. ഈ വേറെ ടൂൾസുമായിട്ട് ഇന്റഗ്രേഷൻ അവൈലബിൾ ആണ്. അപ്പം ഇതുപോലെ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്നത് മാനേജ് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് CRM എടുക്കാം. അഡ്വാൻസ്ഡ് റിപ്പോർട്ട് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് അനലിറ്റിക്സ് എടുക്കാം. പേറോൾ മാനേജ് ആയിട്ട് നമുക്ക് സോഹോ പേറോൾ എടുക്കാം. എംപ്ലോയീസിന്റെ എക്സ്പെൻസ് റീഇംബേഴ്സ് ആയിട്ട് നമുക്ക് സോഹോ എക്സ്പെൻസ് എടുക്കാം. ഇങ്ങനെ ഡിഫറെന്റ് ആപ്ലിക്കേഷനും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്റഗ്രേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോഹോ ബുക്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. അക്കൗണ്ടൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ഏത് പഠിക്കണം എന്ന് ചിന്തിക്കുന്ന കുട്ടികൾക്ക്
ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് സോഹോ ബുക്സ് ആയിരിക്കും. കാരണം ഇന്നത്തെ മോഡേൺ ബിസിനസ് ഓണേഴ്സ് എല്ലാം ചിന്തിക്കുന്നത് അവരുടെ ബിസിനസ്സിനെ കൂടുതലായിട്ടും വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. അതിന് ഡെഫിനറ്റ് ആയിട്ടും അവർ ഒരു കോമൺ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ മാത്രമല്ല, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സോഫ്റ്റ്വെയർസും കൂടെ ഓപ്റ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ളവർ എപ്പോഴും ചിന്തിക്കുന്നുണ്ടാവുക സോഹോ ബുക്സ് എടുക്കണം എന്നുള്ളതായിരിക്കും. അപ്പം ബിസിനസ്സുകാർ സോഹോ ബുക്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സോഹോ ബുക്സ് പഠിച്ചാലായിരിക്കും നമുക്ക് അവിടെ അക്കൗണ്ടൻ്റ് ആയിട്ട് ഒരു ജോലി കിട്ടുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് സോഹോ ബുക്സ് പഠിക്കണം. അതിൻ്റെ കൂടെ ടാലിയും അറിഞ്ഞിരിക്കുന്നത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. സോഹോ ബുക്സ് എങ്ങനെ പഠിക്കണമെന്ന് കുറേ കമൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോഹോ ബുക്സിൽ നമുക്ക് 14 ഡേയ്സ് ട്രയൽ പീരീഡ് കിട്ടും. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു മെയിൽ ID ഫോൺ നമ്പറും കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, കുറേ കാര്യങ്ങൾ നമ്മൾ സെല്ല് ചെയ്യുന്നു, അതിനുശേഷം നമുക്ക് അഡീഷണൽ എക്സ്പെൻസ് വരുന്നുണ്ട് ബിസിനസ്സിൽ. ഇങ്ങനെ കുറേ സിനാരിയോ നമുക്ക് ഇന്നത്തെ ChatGPT എന്നൊക്കെ ആണെങ്കിലും ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. ആ ട്രാൻസാക്ഷൻ എല്ലാം നമ്മൾ ഇതുപോലെ സോഹോ ബുക്സിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആവും. ഇന്ന് നമുക്ക് ധാരാളം ട്യൂട്ടോറിയൽസ് ഒക്കെ അവൈലബിൾ ആണ്, അത് നോക്കി പഠിക്കുക. സോഹോ ബുക്സ് പഠിക്കണം എന്നുള്ളൊരു മാൻഡേറ്ററി കാര്യമാണ് ഇന്ന്. കാരണം ഇന്ത്യയിലൊക്കെ ആണെങ്കിലും സോഹോ ബുക്സിൻ്റെ വളർച്ച വളരെയധികം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇനി എല്ലാ ഫോംസും തന്നെ സോഹോ ബുക്സ് ഓപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതുമല്ല AI ഓട്ടോമേഷൻസ് ഒക്കെ ഇതിൽ ഇംപ്ലിമെൻ്റ് ആവുന്നുണ്ട്. ആ ഒരു കാര്യത്തിലൊക്കെ നോക്കുന്ന സമയത്ത് സോഹോ ബുക്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും അത് പഠിക്കുന്നതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് ഡെയിലായിട്ട് സോഹോ ബുക്സിനെയും ടാലിനെയും കമ്പയർ ചെയ്തു. ബിസിനസ് ഓണേഴ്സിനാണെങ്കിൽ അവരുടെ ബിസിനസ്സിനെയും അനുസരിച്ച് ഇതിൽ ഏത് വേണമെന്നും ചൂസ് ചെയ്യുക. അക്കൗണ്ടൻസ് ആണെങ്കിൽ സോഹോ ബുക്സ് എന്തായാലും പഠിക്കുക. ടാലിയും കൂടെ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അതാണ് എൻ്റെ ഒപ്പീനിയൻ.